പ്രിയമുള്ളവരെ, പെട്ടെന്ന ശബ്ദം ഉടഞ്ഞു വരുന്നതാണ്. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. അവൻ ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. ആദിയും അന്തവുമായ ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവം. ആ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ ദൈവം ഇന്ന് നമ്മോട് കൂടെ ഇരുന്ന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ആത്മീയ ഉണർവിന്റെ ഭാഗമായി നമ്മെ നയിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. റോമൻ എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദങ്ങളായി യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയിലുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. സർവശക്തനും നീതിമാനും നിത്യനുമായ ദൈവമേ, നന്ദിയോടുകൂടെ സ്തോത്രത്തോടുകൂടി അപ്പ പുത്രൻ വഴിയായി ഞങ്ങൾ ഒരിക്കൽ കൂടെ ഒരുമിച്ച് ഒരുമനപ്പെട്ട എന്റെ കൃപാസനത്തിനരികിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ആക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ മഹത്വത്തിലേക്ക് ഞങ്ങളൊന്ന് കയറുവാൻ. അപ്പൊ ശത്രു ഞങ്ങൾ മുന്നോട്ട് വിടില്ല എന്ന് വാതുകെട്ടി വെല്ലുവിളിക്കുമ്പോഴും ശത്രുവിന്റെ തലയിൽ കാൽവരിയിൽ തകർത്ത യേശു ഞങ്ങളെ മുന്നോട്ട് നടക്കുവാൻ മതിയായവനെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയനെ, സ്വർഗം കൃപയിൽ പൊതിയുമാറാകണം. നിന്റെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ആത്മാവിന്റെ നിറവിൽ സ്വർഗം ഏൽപ്പിച്ചത് കൈമാറുവാൻ കർത്താവേ, ദൈവനാമം ഉയരുവാൻ, ദൈവരാജ്യം വളരുവാൻ ഒരാത്മീയ ഉണർവിന കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും മുഖാന്തരമായി തീരുവാൻ അന്ത്യകാല ശുശ്രൂഷ ദൈവഹിതപ്രകാരം തന്നെ ചെയ്തെടുക്കുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രിയനെ, സർവം ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹീതമായ ദൈവസഭയോട് ഒരുമിച്ച്, ദൈവ ജനത്തോടൊരുമിച്ച്, ദൈവദാസനും കുടുംബത്തോടും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം തന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്തു. പ്രിയരെ, വളരെ വ്യക്തമായി 4 കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത്. 2, നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 3, ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ സമർപ്പിക്കണം. 4, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമാക്കി ദൈവത്തിന് സമർപ്പിക്കണം. ശ്രദ്ധിക്കണം, നമ്മളൊക്കെ വളരെയധികം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മളായിരിക്കുന്നത്. വളരെ ശക്തവും വ്യക്തവുമായി അപ്പോസ്തലനായ പൗലോസ് ഈ 4 കാര്യങ്ങൾ നമുക്ക് മുൻപിൽ വയ്ക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഒരു വിഷയം അതിന്റെ നടുവിൽ ആത്മാവിന്റെ നിറവിൽ തിരികെ വയ്ക്കുന്നു. എന്തിനാണ് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയുന്നു. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ മനുഷ്യനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളെ നമ്മൾ ശരിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ദൈവ ഹിതത്തിനനുസരിച്ച്
യാത്ര ചെയ്യുവാൻ. ശ്രദ്ധിക്കണം, ഇന്ന് വളരെയധികം ജനം തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പതറിപ്പോകുവാനുള്ള കാരണം എന്താ എന്നവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതയാത്രകളിൽ ഈ തകർച്ചകൾ, പതർച്ചകൾ, വീഴ്ചകൾ കടന്നു വരുന്നത്. ഇവിടെ അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് 12-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നു. ഒന്ന് 12:3 വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു, ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഒരിക്കലും ഭാവിക്കരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര എന്ന് പറയപ്പെടുന്നത് നമുക്കൊരിക്കലും ലോക മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കുവാൻ സാധ്യമല്ല. ലോക മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കും, പോരാ ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ സ്ഥാപിക്കുവാൻ അവൻ ശ്രമിക്കും. എന്നാൽ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്വർഗം തന്നിരിക്കുന്നത്, ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ അതിന്റെ നിറവിൽ ദൈവരാജ്യത്തിന്റെ അതിരുകൾ വിശാലമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിലൂടെ പ്രവർത്തിക്കുന്ന, അതിനായി നമ്മൾ അഭിഷേകം ചെയ്ത് മുന്നോട്ട് നടത്തുന്ന ദൈവത്തെ നമ്മൾ കാണുവാൻ തുടങ്ങും. അതല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് ഒരു KC ജോണായി മാറുവാൻ കഴിയും, എനിക്ക് ആ പാസ്റ്ററെ പോലെ പ്രസംഗിക്കുവാൻ കഴിയും, എനിക്ക് ആ ദൈവദാസനെ പോലെ പ്രവചിക്കുവാൻ കഴിയും, എനിക്ക് ആ ദൈവദാസനെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ അനുകരണത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ഒരിക്കലും നമ്മെ ഒരുക്കിയിരിക്കുന്ന, നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് കയറുവാൻ സാധിക്കുകയില്ല. ക്രിസ്തീയ ജീവിതയാത്ര എന്ന് പറയപ്പെടുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പദവിയെ തിരിച്ചറിഞ്ഞ അത് വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 12:8 പറഞ്ഞു വയ്ക്കുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. എന്താണ് സ്നേഹം? നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുന്നത് ക്രിസ്തീയ സ്നേഹം എന്ന് പറയപ്പെടുന്നത് അകത്തൊന്ന് പുറത്ത് മറ്റൊന്നല്ല. വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ലോക മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചിരിച്ചുകൊണ്ട് കടുത്തിറക്കുന്ന സുന്ദരന, എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന്റെ ജീവിതയാത്രയിൽ വെളിപ്പെടേണ്ടത് അവൻ നന്മയെ സ്നേഹിക്കാൻ മാത്രം പോരാ, തിന്മയെ വെറുക്കുവാനും അവന് കഴിയും. അപ്പൊ ഹൃദയത്തിലുള്ളത് തന്നെ പുറത്തു വരണം, അല്ലാതെ ഹൃദയത്തിൽ മറ്റൊന്നും പുറത്ത് വേറൊന്നും കാണിച്ച് യാത്ര ചെയ്യുന്നതല്ല ക്രിസ്തീയ സ്നേഹമെന്ന് വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകങ്ങളിലും ഹെബ്രായ പുസ്തകത്തിലും പറയുന്നുണ്ട്, നീ നോക്ക, നീ നന്മയെ സ്നേഹിച്ച തിന്മയെ നോക്ക്, തിന്മയെ വെറുക്കുന്നുവെങ്കിൽ നിന്നെ കൂട്ടുകാരൻ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ വ്യക്തമാണ്. നമ്മൾ തിന്മയെ ഒന്ന് തോളിൽ കൈയിടുകയും നന്മയുടെ തോളിൽ മറ്റൊരു കൈവിട്ടുകൊണ്ട് നമുക്കൊരിക്കലും ക്രിസ്തീയ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. രണ്ട് വഞ്ചിയിൽ കാൽ വെച്ച യാത്ര അരുത് എന്ന് വളരെ വ്യക്തമായി കർത്താവും പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്ത നോക്കി 12:13 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നേറുന്നവരാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണമെന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന ആശയമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താണ് പാസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണമെന്ന് നിങ്ങൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വളരെ വ്യക്തമായി നാം തിരിച്ചറിയണം. 2
രണ്ടുപേർ ഒന്നിച്ചിരിക്കുമ്പോൾ പരസ്പരം ഒന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ, പരസ്പരം ആശയവിനിമയം കൈമാറുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മൾ രണ്ടുപേരും മാറുന്നില്ല എങ്കിൽ ഈ രണ്ടുപേരുടെ യാത്ര വ്യർത്ഥമാണ്. അടുത്തിരിക്കുന്നവൻ എന്താണെന്നോ കൂടെ കിടക്കുന്നവൻ അറിയുന്നില്ല, കൂടെ കിടക്കുന്നവൻ എന്താണെന്നോ അടുത്തിരിക്കുന്നവന് തിരിച്ചറിയുന്നില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, കൂടെ കിടക്കുന്നവന്റെ രാപ്പനി അറിയാത്ത ലോക മനുഷ്യന്റെ ഒരു യാത്രയല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാൽവരിയിലേക്ക് യാഗമായി തീർന്നുകൊണ്ടോ കൃപാസനത്തിന് അരികിലേക്ക് കടന്നു ചെല്ലുവാൻ പുതുവഴി ഒരുക്കുവാൻ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ടോ? നിന്റെ ആവശ്യങ്ങൾ നീ അപ്പറെ അറിയിക്കണം. നീ നോക്ക, യാചിക്കുന്നുവെങ്കിൽ നിനക്ക് കിട്ടും, മുട്ടുന്നുവെങ്കിൽ നിനക്ക് തുറക്കപ്പെടും, നീ അന്വേഷിക്കുന്നവൻ നീ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. നിന്റെ ആവശ്യങ്ങൾ നീ അറിയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പന്റെ സന്നിധിയിൽ നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിനക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പ്രാർത്ഥന മനുഷ്യനായിരിക്കണമെന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താ? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താ? പൗലോസ് ഇത് നല്ലതുപോലെ അറിഞ്ഞവനാ. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് മുന്നോട്ട് വന്നു, യേശു തന്നെ ക്രിസ്തു വന്നു. അവൻ യഹൂദന്മാരോട് പറഞ്ഞുവെങ്കിലും യഹൂദന്മാർ പൗലോസിനെ കൊല്ലുവാൻ വഴി തുറന്നു. അവർ ശപഥമെടുത്തു, ഉപവാസമെടുത്തു, പൗലോസിനെ കൊന്നിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ. തിരിച്ച് അവൻ ജെറുസലേമിൽ കടന്നു വന്നു. അവിടെ ശിഷ്യന്മാർ അവനെ കൂടെ കൂട്ടിയില്ല. ബർന്നബാസ് അവനെ കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ മുൻപിൽ പൗലോസിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുവെങ്കിലും അവിടെ പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കൊല്ലാനായ യഹൂദന്മാർ എഴുന്നേറ്റു. ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈ ലോകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകും. ക്രിസ്തുവിനെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ശിഷ്യന്മാർ ഇവരെ തർസൂസിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ദൈവം അവന് വേണ്ടി അവിടെ സഭയ്ക്കുള്ള മുഖാന്തരങ്ങൾ തുറന്നു. അവിടെ ബർന്നബാസിനെ അയച്ചു. ബർന്നബാസിന്റെ കൈക്ക് അത് നിൽക്കത്തില്ല എന്ന ഉത്തമ ബോധ്യം ബർന്നബാസിന് വന്നപ്പോൾ അവൻ പൗലോസിനെ അന്വേഷിച്ചു പോയി പൗലോസിനെ കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മളൊന്ന് തിരിച്ചറിയണം, ഈ 10 വർഷക്കാലം പൗലോസ് എവിടെയായിരുന്നു? പൗലോസിന്റെ പ്രവർത്തനം ഏകദേശം 10 വർഷക്കാലമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ഇത്രയും തീക്ഷ്ണതയോടുകൂടെ ഓടിയ പൗലോസ് എവിടെയായിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ചിന്തകളിൽ കടന്നു വരാം. എന്നാൽ ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ കൊരിന്ത്യൻ വന്ന അവൻ 2ാമത് 3ാമത് തന്നെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ മുതൽ നമ്മൾ പൗലോസിനെ കാണുന്നത് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ്. അവിടെ എല്ലാ സുവിശേഷ യാത്രകളിലും അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പൗലോസ് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവൻ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാ. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ യേശു തന്നെ ജീവിക്കുന്ന ദൈവം, അവൻ തന്നെ മെശിഹ എന്ന് അവൻ പ്രഖ്യാപിച്ചത് ശരിയാ. എന്നാൽ ഏകദേശം 10 വർഷക്കാലം അവൻ ദൈവവുമായി ഒരു കോൺവെർസേഷനിലായിരുന്നു. എന്തിന് എന്നെ വേർതിരിച്ചു? എന്തിന് എന്നെ ജാതികളുടെ മുൻപിലേക്ക് ഈ സുവിശേഷവുമായി പറഞ്ഞയച്ചു? എന്തിന് യഹൂദന്മാരുടെ മുൻപിലേക്ക് പറഞ്ഞയച്ചു? ഇന്ന് എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ എന്നെ മടക്കി അയച്ചു? ഞാൻ തർസൂസിൽ ഏകനായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പൗലോസിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി കാണും. പൗലോസ് പ്രാർത്ഥനാ നിരതനായി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ അവൻ ഈ വർഷങ്ങൾ അത്രയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒറ്റിരിക്കുമ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനാ നിരതനായവൻ ഒറ്റിരിക്കുമ്പോൾ അവന് കിട്ടിയ മറുപടിയാണ് കൊരിന്ത്യൻ ചിലർ കടന്നു വന്നിട്ട് അവർ സുവിശേഷം അറിയിച്ച് അവിടെ ദൈവ സഭ തുടങ്ങുവാനിടയായി. പൗലോസ് ഒരിക്കലും ചിന്തിച്ചതല്ല
മടങ്ങി ഒരു വരവ് പൗലോസ് ചിന്തിച്ചില്ല. എന്നാൽ അവിടെ കടന്നു വന്ന ഒരു സ്തോത്രം, അവിടെ കടന്നു വന്ന ദൈവശിഷ്യനായ ബർന്നബാസ് പൗലോസിനെ കൊണ്ടുവന്ന് അവിടെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മറ്റൊന്ന് വെളിപ്പെട്ടു. എന്താ? ഇവരെ നോക്കി ലോകം വിളിച്ചു പറഞ്ഞു, ഇവർ ക്രിസ്തുവിന്റെ അനുയായികൾ. പ്രാർത്ഥനാനിരതരായിരിക്കുന്ന മനുഷ്യരെ ലോകം കാണുവാൻ തുടങ്ങും. അവരുടെ ക്രിസ്തുവിനെ കാണുവാൻ തുടങ്ങും. അവന്റെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ ദൈവാനുരൂപനായ മനുഷ്യനായി മാറുവാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ലോകം ഒരിക്കലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കണ്ടിട്ടല്ല ഇവർ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു പറഞ്ഞത്. അന്ത്യോക്യയിൽ വെച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 11-12 അധ്യായം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. എന്താ? ഇവരെ നോക്കി ക്രിസ്തുവിന്റെ അനുയായികളെന്ന് പറഞ്ഞ ലോകം ഇവരെ നോക്കി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്ക, അപ്പൊ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവൻ 12-ാം അധ്യായം 14 കടന്നു വരുമ്പോൾ പൗലോസ് മറ്റൊരു കാര്യം ശക്തമായി പറയുകയാണ്. ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിപ്പിൻ. ഉപദ്രവിക്കുന്നവനെ, നീ എനിക്കൊരു പണി വെച്ചെങ്കിൽ 8ന്റെ പണി ഞാൻ തരും കേട്ടോ എന്നാണ് ലോകത്തിന്റെ ചൊല്ലെങ്കിൽ. എനിക്ക് നീ ഒരു പണി വെച്ചെങ്കിൽ നിനക്ക് 8ന്റെ പണിയല്ല, ഞാൻ നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ അറിഞ്ഞ ഈ സത്യം നീ അറിയണം സഹോദര എന്ന ദൈവസന്നിധി പറയുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ മാറണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. അടുത്തതായ 18 പറയുന്നു, കഴിയുമെങ്കിൽ സഹോദര സകല മനുഷ്യരോടും സമാധാനമായി. കഴിയുമെങ്കിൽ എന്താണ് അർത്ഥം? നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും സമാധാനമായിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ചിലതുകൊണ്ട് ചൊരിയണം പോലെയാണ്. അത് തട്ടിയാൽ ചൊരിയും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സഹോദര എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൻ തണ്ടുമായി എഴുന്നേൽക്കും. അല്ലെങ്കിൽ അവൻ നമുക്കെതിരെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ തുടങ്ങും. ചുമ്മാ ഇരിക്കുന്നവൻ എന്തെങ്കിലും പറയുന്ന രീതിയിൽ സംസാരിക്കുന്ന പലരും നമുക്ക് മുൻപിൽ വെളിപ്പെടാറുണ്ടോ? എന്നാൽ അവരോട് എല്ലാവരോടും നമുക്ക് സമാധാനമായിരിക്കാൻ കഴിയുന്നില്ലെങ്കിലും കഴിയുന്നിടത്തോളം സമാധാനമായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ദൈവരാജ്യം വളരും, ദൈവനാമം ഉയരുവാൻ ഇടയായിത്തീരും. ക്രിസ്തീയ സമാധാനത്തിന്റെ അവകാശികളാക്കി നമുക്ക് അവരെ മാറ്റുവാൻ സാധിക്കും. 12:21 ഒരല്പം കൂടെ ആഴത്തിൽ പൗലോസ് ഇറങ്ങുന്നു. നിങ്ങൾ തിന്മയെ ജയിക്കേണ്ടവരാ. തിന്മ ഈ ലോകത്തെ പരാജയപ്പെടുത്തുമ്പോൾ കാൽവരിയിൽ സാത്താനെ നമ്മുടെ തലയിൽ തകർത്ത യേശുവിന്റെ സാക്ഷികളായി ഈ ലോകത്ത് ഞാനും നിങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ തിന്മയെ ജയിക്കണം. എങ്ങനെയാ തിന്മയെ ജയിക്കണത്? ഒരടി കൊടുത്താൽ മറ്റൊരടി കൊടുത്തവന് ഒതുക്കി 2 അടി കൊടുത്ത് ഒതുക്കേണ്ടതിനല്ല. നന്മ കൊണ്ടോ അവൻ നമുക്ക് തിന്മ ചെയ്താൽ അവൻ നമ്മെ തകർക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ അവന് നന്മ ചെയ്തുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിന്മയെ ജയിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തീയ ജീവിത യാത്രയെ കുറിച്ച് ശക്തമായൊരു വിവരണം ഇവിടെ തരുമ്പോൾ അതിന്റെ 1-2 ഭാഗങ്ങളിൽ ഈ 4 കാര്യങ്ങളും തൊട്ടുപോകുന്ന പൗലോസിനെ നമുക്ക് കാണാം. എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആത്മാവിന്റെ നിറവിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, പ്രിയ സഹോദര, നമ്മയൊക്കെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നന്മയുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്, അത് പ്രസാദമുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ നന്മ കാണാൻ കഴിയാത്തത് കൊണ്ടോ ഈ പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പാളിപ്പോകുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായാൽ നമ്മുടെ ജീവിതയാത്രകളിൽ തകർച്ചയില്ല, പരാജയമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രകളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മെ മൂടുന്ന 4 കാര്യങ്ങളാണ്. 1, നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത്. 2, നമ്മൾ മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടണം. 3, നമ്മൾ വിശുദ്ധിയുള്ള
നമ്മുടെ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ സമർപ്പിക്കണം. 4, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമാക്കി സമർപ്പിക്കണം. ശ്രദ്ധിക്കണം. എന്താണ് ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവര്, ലോകം ഒരിക്കലും നമ്മെ കൂടാൻ പാടില്ല, ലോകം ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളൊക്കെ ഗൗരവമായി പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിന് അനുരൂപരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്ന ഏതൊരു വിഷയത്തെയും, പ്രതിസന്ധിയാകട്ടെ, നന്മയാകട്ടെ, അനുഗ്രഹമാകട്ടെ, അത് നമ്മുടെ ബുദ്ധിയുടെ ലെവലിൽ നമ്മൾ കൊണ്ടുവരാൻ. അപ്പൊ എന്റെ ബുദ്ധി ഞാനത് നേടി, എന്റെ കഴിവിൽ ഞാനത് നേടി, എന്റെ നന്മ എന്റെ കഴിവാണ്, എന്റെ ബുദ്ധിയാണ്, എന്റെ ശക്തിയാണ്. അല്പകൂടാരങ്ങളിൽ പറഞ്ഞാൽ ലോക മനുഷ്യൻ ലോകത്തിന്റെ സംസ്കാരം ഒരു മാതൃകയാകും, ലോകം അവന്റെ മാതൃകയാകും. അവൻ എപ്പോഴും ലോകത്തിന്റെ കണ്ണിലൂടെ തന്റെ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു പരിമിതി ഉള്ളത് കൊണ്ടോ, ഞാൻ എന്ന ഭാവം അവന്റെ ഉള്ളിൽ ഉയരുന്നത് കൊണ്ടോ പല പ്രതിസന്ധികൾക്ക് മുൻപിലും ഈ ഞാൻ എന്ന ഭാവം തളർന്നു പോകുവാനിടയായിത്തീരും. എല്ലാ വിഷയങ്ങളും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആളമില്ലാത്ത ശക്തി. അപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് ഒന്ന് തിരിയണം. രണ്ടാമത് പറയുന്നു, വളരെ വ്യക്തമായി നോക്കുക. അപ്പൊ ഞാനെന്ന ഭാവം നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത് കൊണ്ടോ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ അനുഗ്രഹത്തെയും നമ്മൾ ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കി കാണുവാൻ തുടങ്ങും. അത് നമ്മൾ പലപ്പോഴും പതറിപ്പോകുവാൻ, തളർന്നു പോകുവാൻ ഇടയാകും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പ്രിയ ദൈവ പൈതല്, നമ്മൾ പലയിടങ്ങളിലും പതറിപ്പോകുന്നതോ, പലയിടങ്ങളിലും തളർന്നു പോകുന്നതോ, പലയിടങ്ങളിലും നമ്മുടെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണമെന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലോകത്തിന്റെ കണ്ണിലൂടെ, എന്റെ ബുദ്ധിയിലൂടെ, എന്റെ ശക്തിയിലൂടെ, എന്റെ കഴിവിലൂടെ ഞാൻ അതിനെ മെഷർമെന്റ് എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പല നന്മകളും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്, പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരാതെ പോകുന്നത്. ശ്രദ്ധിക്കണമേ. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒഴിവരാക്കാൻ നമുക്ക് 1 ശമൂവേൽ പുസ്തകം 17-ാമത്തെ 45 മുതൽ 47 വാക്യങ്ങളാണ് വായിച്ചത്. ദാവീദ് ഫെലിസ്ത്യരോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരും, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ശ്രദ്ധിക്കണമേ. ഇവിടെ 40 രാവും 40 പകലും 7 താഴ്വരയിൽ ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ രാജാവായ ശൗലിനെയും അവന്റെ കൂട്ടാളികളെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം, ഗോലിയാത്ത്. ഗോലിയാത്ത് പറയുന്ന ഒരു കാര്യമുണ്ടോ? എന്നെ തകർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, എന്നെ തോൽപ്പിക്കാൻ ഈ രാജ്യത്തിന് കഴിയുമോ? ഞാൻ എന്ത് ചെയ്യാം? എന്റെ രാജ്യം നിങ്ങൾക്ക് അടിമപ്പെടും. തന്റെ കഴിവിൽ, തന്റെ ശക്തിയിൽ, തന്റെ ബുദ്ധിയിൽ അവൻ മുന്നോട്ട് കടന്നു വരുമ്പോൾ ദൈവജനം എന്ന് പറയപ്പെടുന്നവർ അവനെ നോക്കി ഭയപ്പെട്ട് പിന്നിലോട്ടോടും. അവൻ പിന്നിലോട്ട് പോകുമ്പോൾ അവർ മുന്നോട്ട് കടന്നു വരും. എന്നാൽ 40 രാവും 40 പകലും ഭയപ്പാടിന്റെ ചരിത്രം കുറിച്ചുകൊണ്ടോ ഈ ലോകത്തിന്റെ ബുദ്ധി തോന്നിയവൻ, ഈ ലോകത്തിലൂടെ ദൈവ മനുഷ്യരെ നോക്കിക്കണ്ടവൻ നിലനിൽക്കുമ്പോൾ ഇതാ ബാല്യക്കാരനായ ശൗലവിടെ കടന്നു വന്നിട്ട് എങ്ങനെ ഈ അഗ്നിതല്ലാത്തവന് ഈ ജനത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ ദുഷിക്കാമെന്ന് പറഞ്ഞ
അവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാജാവിന്റെ അരികിലേക്ക് ഇവരെ എത്തിക്കുമ്പോഴും രാജാവ് പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ടോ? നീ ചെറുപ്പം മുതൽ ആരാ? നീ ചെറുപ്പം മുതൽ യോദ്ധാവല്ല, നീ ഒരു ബാല്യക്കാരനാണ്. അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാ, അഭ്യാസിയാ. അവനെ ജയിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. എങ്കിലും മുൻപിൽ വരുന്ന പ്രതിസന്ധികള്, മുൻപിൽ വരുന്ന പ്രശ്നങ്ങള്, ഇതാ ഈ ബാല്യക്കാരൻ ദൈവത്തിന്റെ കണ്ണിലൂടെ ദൈവത്തിന്റെ ഹിതപ്രകാരം നോക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹലോ ഗോലിയാത്തേ, നീ കടന്നു വരുന്ന വാളും കുന്തവുമായിട്ടാ, ഞാൻ കടന്നു വരുന്ന വാളും കുന്തവുമായിട്ടല്ല, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരുന്നു. നിനക്കൊരിക്കലും എന്നെ തകർക്കുവാൻ സാധ്യമല്ല. എന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, എന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തെ ജയിച്ചവൻ, എന്നോട് കൂടെയുള്ളവൻ ഈ യുദ്ധം ജയിക്കുവാൻ എനിക്ക് മതിയായവൻ എന്ന് പറഞ്ഞുകൊണ്ട് വാളിലും കുന്തത്തിലും നോക്കാതെ ദൈവത്തിന്റെ കണ്ണിലൂടെ പ്രതിസന്ധി നോക്കിക്കണ്ട ദാവീദ് ചരിത്രം സൃഷ്ടിക്കുവാൻ തുടങ്ങി. അവൻ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ്, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ചലിക്കുന്ന ആലയങ്ങളാണ്. നമ്മോടുകൂടെ ക്രിസ്തുവുണ്ട്. നമ്മെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല എന്ന് പറയുമ്പോഴും മുന്നിൽ കാണുന്ന ചെറിയൊരു വിഷയത്തിന് മേൽ പാതറിപ്പോയിട്ട് ശത്രു നമ്മെ നോക്കി ചിരിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. എന്റെ ഒരു സൈഡ്, ഒരു കൈയും ഒരു കാലും എനിക്ക് സ്ട്രോക്ക് വന്ന് തളർന്നു പോയത്. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. അവിടെ തന്നെ പറഞ്ഞ ഭയങ്കര അറ്റാക്ക് കഴിഞ്ഞു, സ്ട്രോക്ക് വന്നു. കൈയും കാലും അഭാഗികമായി തളർന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കയറി. രണ്ട് മക്കളും പുറത്തുള്ള, ഭാര്യ രണ്ട് മക്കളും പുറത്താ. അപ്പോൾ ഞാൻ ഇപ്രകാരം നിലവിളിക്കുവാനിടയായി. പ്രവചനങ്ങളേറെയുണ്ട്, വളരെയധികം ആത്മീയ ദൂതുകളുണ്ട്. നിന്നിലൂടെ പലതും നേടിയെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പോരാ, എന്നോട് തന്നെ സ്വർഗം സംസാരിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കാര്യമല്ല. തകർച്ചകൾ ഒന്നൊന്നായി ജീവിതത്തിൽ നേരിടുമ്പോഴും എന്നോട് സ്വർഗം പറഞ്ഞ കാര്യമാണോ? നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോ ഞാൻ എവിടേക്കാണ് വരേണ്ടതെന്ന് ചോദിച്ച് അന്നിറങ്ങി തിരിച്ചതാണ് ഈ ആത്മീയ ജീവിതയാത്ര. അന്നൊരിക്കലും ഒരു ശുശ്രൂഷകനായിരുന്നില്ല. അന്ന് ലോകപ്രകാരം ജീവിക്കുന്ന, ലോകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒഴുകി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തകർച്ചകളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ പാരഡൈസായിട്ട് നാട്ടിലേക്ക് കടന്നു എന്ന മക്കളുടെ ഭാര്യയുടെ സഹായം അഭ്യർത്ഥിച്ച് കിടക്കേണ്ടി വരുമെന്ന് ഉള്ളുകൊണ്ട് നൊന്ത് ഞാൻ കരയുമ്പോൾ അപ്പൻ എന്നോട് ഒരു വചനം തന്നു. എബ്രായലേഖനം 10:38-39 വാക്യങ്ങൾ. നീ വിശ്വസിച്ച ജീവിക്കുന്നവരുടെ കൂട്ടത്തിലോ അവിശ്വസിച്ച മരിക്കുന്നവരുടെ കൂട്ടത്തിലോ? ഞാൻ ഞെട്ടി. തൊട്ടപ്പുറത്ത് അടുത്ത വാർത്ത രണ്ട് ശബ്ദങ്ങൾ കണ്ട് നല്ലൊരു സംസാരം കേൾക്കുകയാണ്. ഞാൻ മനുഷ്യരിലാക്കിയ അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പ്രിയരെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം, നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോകുമ്പോഴും അപ്പന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർന്നുവെങ്കിൽ, അപ്പന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയരുന്നുവെങ്കിൽ അവൻ നമുക്ക് മറുപടി നൽകി നമ്മെ ബലപ്പെടുത്തുവാൻ മതിയായ ദൈവമാണ്. അപ്പോഴൊന്നും ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടില്ല. എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടാണ് ദൈവം ഈ വിഷയത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. ഒരു ശത്രുവിനും തകർത്ത് കളയുവാൻ കഴിയാത്ത നിലവാരത്തിൽ പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഞാൻ പതറാതെ നിൽക്കുമ്പോൾ, ക്രിസ്തുവിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണുവാൻ എനിക്കിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾക്ക് മുൻപിൽ നമ്മൾ ലോകപ്രകാരം നോക്കിയാൽ, ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ നമ്മൾ പതറിപ്പോകും. ഇന്നും ആ കാലഘട്ടത്തിൽ എന്നോടുകൂടെ സ്ട്രോക്കായ പലരും ഇന്നും
കാലും കൈ വനക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ടോ? എന്നാൽ 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് കടന്നു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിനായി കടന്നു പോയപ്പോൾ എന്റെ മകൻ എന്നോട് ദുബായിൽ വെച്ചെന്ന് പറഞ്ഞാ ഈ കാർ അച്ഛൻ ഓടിക്കുക, 2ാമത്തോനെ മാറ്റി ഞാൻ ഓടിക്കുമ്പോഴേ കൈ ഇങ്ങനെ പോകത്തുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടില്ല. അവൻ വീണ്ടും പറഞ്ഞില്ല അച്ഛൻ ഓടിക്കെന്ന് പറഞ്ഞ അന്ന് മുതൽ വണ്ടി ഓടിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ മതിയായവനാണ്. ഒരിക്കൽ വിഷയങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ അപ്പാ നീ വിളിച്ചിരിക്കുന്ന വിളിയുടെ അർത്ഥമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആ വിഷയത്തെ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കി കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ തുടങ്ങും. അല്ലെങ്കിലോ ശൗൽ പിന്നിലോട്ട് ഓടിയതുപോലെ, ഇസ്രായേൽ ജനം പിന്നിലോട്ട് ഓടിയതുപോലെ ഈ ദാവീദിനെ പോലുള്ള ഈ ഗോലിയാത്തിനെ പോലുള്ളവരുടെ മുൻപിൽ നമ്മൾ പതറിപ്പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 13:32 മുതൽ 33 വരെ.